ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, സാധാരണ നമുക്കറിയാം പലപ്പോഴായി ഈ രാഷ്ട്രീയ പ്രചരണ വേദികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധമാക്കുന്ന ഒന്നാണ് ഈ സാമ്പത്തിക സ്ഥിതി എന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അത് കാലങ്ങളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും ആ സാമ്പത്തിക ബാധ്യത ഉയരുന്ന പശ്ചാത്തലവുമാണുള്ളത്. അവിടെ ഈ ആരോപണങ്ങൾക്കപ്പുറം എന്തൊക്കെയാണ് കേന്ദ്ര പദ്ധതികൾ, അതിൽ ഏതൊക്കെയാണ് കേരളത്തിന് ലഭിക്കുന്നത്, ആ കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതികൾ എങ്ങനെ നഷ്ടമാകുന്നു, അതിൻ്റെ ഉത്തരവാദികൾ ആര്, ഇതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ചർച്ച, അത് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം നീക്കങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ ശ്രീ വസന്ത്? അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, അങ്ങ് നിസാരവൽക്കരിച്ചതുപോലെ ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ല കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലുള്ളത്, കഴിഞ്ഞ 10 കാലത്തിലേറെയായി രാജ്യത്തുള്ളത്. അല്ല, ഞാൻ താങ്കളെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചൊന്നുമില്ല. പക്ഷേ 7 വർഷങ്ങൾക്ക് മുമ്പും സാമ്പത്തിക പ്രതിസന്ധി എന്നത് അറിയാമല്ലോ താങ്കൾക്കും. തീർച്ചയായും ഓരോ സർക്കാരും മാറി വരുമ്പോ ഒരു ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് അത് ഉണ്ടാവാറുണ്ട്. കാര്യം നമ്മൾ വികസനത്തിലേക്ക് കുതിക്കുന്നവരാണ്, നമ്മൾ മുമ്പോട്ട് നോക്കി നിൽക്കുന്നവരാണ്. കേരളവും ഇന്ത്യ ഒട്ടാകെ സ്വാഭാവികമായും സർക്കാരുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, ഡെഫിസിറ്റ് ഉണ്ടാവും. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 50-55 വർഷക്കാലമായി വിവിധ സർക്കാരുകൾ, അതിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ട്, കർണാടകന്റെ ഗവൺമെന്റ് ഉണ്ട്, BS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉണ്ട്, നായനാരുടെ ഗവൺമെന്റ് ഉണ്ട്, EMSന്റെ ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ വിവിധ ഗവൺമെന്റുകൾ ചേർത്തെടുത്തതിന്റെ പരശതം ഇരട്ടിയാണ്, എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് പെർ ഹെഡ് ഡെപ്റ്റ് നേടിയെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് സാധിച്ചത്. പറ്റുമെങ്കിൽ നമ്മൾ ഒരു അനുമോദന യോഗമൊക്കെ സംഘടിപ്പിക്കണം. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, ഞാൻ ഫോർ ആൻ എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇറങ്ങിപ്പോകുമ്പോ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ അവന്റെ കടം 1000 ആയിരുന്നെങ്കിൽ ആ 1000 വരെ എത്തിയത് EMS ഗവൺമെന്റ് തൊട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെ ഉള്ളതാണെന്ന് നോക്കണം. ആ 1000 ആയിരുന്നെങ്കിൽ 7 വർഷങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തിനു ശേഷം ഇന്നൊരു കുട്ടി ജനിച്ചു വീഴുമ്പോ അവന്റെ കടം 4000 ആണ്. 4 ഇരട്ടിയിലേക്ക് 50 വർഷക്കാലത്തെ കടത്തെ കൊണ്ടുപോയി എത്തിക്കാൻ സാധിച്ച ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. അതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് 87 രൂപയ്ക്ക് കോഴി കൊടുക്കുമെന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. മറ്റേ നമ്മുടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് അവിടെ നിന്ന് പൈസ കൊണ്ടുവന്ന് അവിടെ നിന്ന് 9.5% എടുത്ത് ഇവിടെ 6.5% നിക്ഷേപിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ തോമസ് ഐസക്. ഇവർ രണ്ടും കൂടെയാണ് ഈ പരിപാടി ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ അതിനുശേഷവും അനിയന്ത്രിതമായ ദൂർത്ത്, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഭദ്രതയില്ലായ്മ കേരളത്തെ വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ട. അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഒരു ദശാബ്ദങ്ങളിൽ രാജ്യം മുഴുവൻ എടുത്ത കടത്തേക്കാൾ എത്രയോ വലിയ ഇരട്ടി കടത്തിലേക്ക് രാജ്യം ഒട്ടാകെ പോയിട്ടുണ്ട്. അത് നിർമ്മലാ സീതാരാമൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും കടമെടുത്തു കൂട്ടുന്നതിൽ ഇവർ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അനിയൻ ബാബ ചേട്ടൻ മാവയാണ് ഇവർ എന്നുള്ളതാണ് ബോധ്യമാകുന്നത്. നോക്കൂ, സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ആശാവർക്കർമാരുടെ സമരം, അപ്പൊ അവർ പറഞ്ഞു കേന്ദ്രം പൈസ തരാനുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് കൊടുക്കാൻ സാധിക്കാത്തത്. KSE പ്രൈസ് ഹൈക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? കേന്ദ്ര സഹായം ഇല്ല, കേന്ദ്രം പല ഇലക്ട്രിസിറ്റി പൂളുകളിൽ നിന്നും നമുക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത് അവർ പറഞ്ഞത് GST കോമ്പൻസേഷൻ കിട്ടാനുണ്ടെന്നാണ്. GST എന്താണ്? ഗപ്രസിംഗ് ടാക്സ് എന്നതിനപ്പുറത്ത് GST എന്താണ് എന്ന് ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം. അതിന്റെ കോമ്പൻസേഷൻ എത്ര കാലത്തേക്കാണ് അതിന്റെ ആക്ടിൽ തന്നെ വെച്ചിരുന്നതെന്നും അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ തീരുമായിരുന്നുവെന്നും മനസ്സിലാവാതിരുന്നത് ഡോക്ടർ ഐസക്കിനും പിണറായി വിജയനും പിന്നെ കുറെ കമ്മിക്കൂട്ടങ്ങൾക്കും മാത്രമാണ്. ഞാൻ കടത്തി പറയുകയാണ് കേട്ടോ, അവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാതിരുന്നത്. അപ്പോ കുറെ എക്സ്ക്യൂസുകൾ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പഴിചാറി തടിതപ്പാൻ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിച്ച് തടിതപ്പാൻ ഉള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും കേരളം ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു ഹെൽത്തി ഡിബേറ്റ് അത് എമർജ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിന് BJP നേരിട്ടെത്തിയതാ, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ മുഴുവൻ അപ്പോസ്തലന്മാർ ഞങ്ങളാണ്, ഞങ്ങൾ വഴി മാത്രം ഇത് നടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് അങ്ങ് നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ ഇവരുടെ BJP ഓഫീസുകളിൽ കൂടെ മാത്രമേ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാകൂ എന്നുള്ള ഒരു നയം സ്വീകരിച്ചാൽ അതിനെ എതിർക്കുകയും ചെയ്യും, എതിർക്കപ്പെടേണ്ടതുമാണ്. അല്ല, അവിടെ ശ്രീ വസന്ത്, ആ നിലയിലല്ലല്ലോ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്നത്. അതായത് കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി നൽകേണ്ട പദ്ധതികൾ അത് രാഷ്ട്രീയ വൈരിത്താൽ നടപ്പിലാക്കുന്നില്ല, അതിൻ്റെ ഗുണഭോക്താക്കളായവർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നു, ആ നിലയിൽ അവരെ കൂടി കണ്ടെത്തി
അത് അവരിലേക്ക് എത്തിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ BJP പറയുന്നത്. അതിനിപ്പോൾ പ്രാവർത്തികമാകുമ്പോഴാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ അത് പാർട്ടിക്കാർക്ക് മാത്രമായി ലഭിക്കുന്ന ഒന്നായി മാറുമോ എന്നത് അറിയേണ്ടത്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും അവിടെയാണല്ലോ അത് വിഷയമായി വരുന്നത്. ശ്രീ വസന്ത്, ഞാൻ ആവർത്തിക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ പോലും അത് കേരളത്തിന് ലഭിക്കേണ്ടതായിരിക്കാം. നോക്കൂ ശ്രീ അഭിലാഷ്, നിലവിൽ ഈ BJP പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയെ പറ്റി എനിക്ക് തോന്നുന്നത് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് കേട്ടിട്ടില്ലേ? അതായത് പുതിയ BJP പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു, ആര്? കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കേരളത്തിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? നല്ല കാര്യം. അദ്ദേഹത്തിന് കേരളത്തിൽ ഇടത് നേതാക്കളുമായി ചേർന്ന് ചില റിസോർട്ട് ബിസിനസ്സുകളുണ്ട്, അതും നല്ല കാര്യം. നോക്കൂ, സ്വന്തം പിതാവിന്റെ പേര് പോലും എഴുതി കൊടുത്ത പേപ്പർ നോക്കി വായിക്കേണ്ട ഗതികേടുള്ള BJP സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടിയ BJP നേതൃത്വമാണ് ഇന്നുള്ളത്. നമ്മൾ കണ്ടതാണല്ലോ, അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ സ്വന്തം പിതാവിന്റെ പേര്, എനിക്കും അഭിലാഷിനുമൊക്കെ പിതാക്കന്മാരുടെ പേര് പറയാൻ വേണ്ടി പേപ്പർ എഴുതി നോക്കി വായിക്കേണ്ട അവസ്ഥയില്ലല്ലോ, ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കുമില്ല. പക്ഷേ സ്വന്തം പിതാവിന്റെ പേര് എഴുതി കൊടുത്ത പേപ്പറിൽ നിന്ന് നോക്കി വായിക്കാനും അത് തപ്പിത്തടഞ്ഞു വായിക്കേണ്ടയും ഗതികേട് വന്ന പ്രസിഡന്റിനെയാണ് BJP കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ പ്രശ്നമല്ലേ ശ്രീ വസന്ത്? അല്ലാതെ അദ്ദേഹം ഇപ്പൊ ഭാഷാ സ്വാധീനം എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള, ഇപ്പൊ താങ്കളുടെ നേതാവാണല്ലോ ഈ ശശി തരൂര്, അദ്ദേഹം മലയാളം സംസാരിക്കുന്നത് ഏത് നിലയിലാണ്? അപ്പോൾ മലയാളം അങ്ങനെ ഫ്ലുവന്റായി ഒഴുക്കോടുകൂടി മാത്രം സംസാരിച്ചാൽ മാത്രമേ ഒരാൾ നേതാവാകൂ എന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷേ തരൂരിനോ എനിക്കോ താങ്കൾക്കോ ഒന്നും പിതാവിന്റെ പേര് അതിന് ഏത് ഭാഷയിലാണേലും നോക്കി വായിക്കേണ്ട ഗതികേടില്ല. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എന്റെ പിതാവിന്റെ പേര് ഹിന്ദിയിൽ പറഞ്ഞാലും വസന്ത് സിറിയക് എന്നത് വസന്ത് സിറിയക് തന്നെയല്ലേ? തമിഴിൽ പറഞ്ഞാലും വസന്ത് സിറിയക് അല്ലേ? കന്നഡയിൽ പറഞ്ഞാലും വസന്ത് സിറിയക് അല്ലേ? അതിനകത്ത് ഭാഷയുടെ അതിർവരമ്പുകളുടെ പ്രശ്നമുണ്ട് എന്ന് അങ്ങ് പറയരുത്. അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രസംഗത്തെ കുറിച്ചാണ് ഇപ്പോൾ എഴുതിപ്പെട്ട ഒരു പ്രസംഗം, അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എന്ന് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം ആ പ്രസംഗത്തിലുടനീളം അത്തരത്തിൽ തപ്പിത്തടഞ്ഞ് തന്നെയാണ് വായിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു പക്ഷേ മലയാളം അധികം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. ബഹുകേമം, ഞാൻ ഉദ്ദേശിച്ചത് ബഹുകേമമായ ഒരു പ്രസിഡന്റിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നേ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് ഇത്രമാത്രം പരിജ്ഞാനമുള്ള, ഇത്രമാത്രം കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന, സ്വന്തം പിതാവിന്റെ പേര് പോലും നോക്കി വായിക്കുന്ന ഒരു പ്രശ്നം കിട്ടിയ നല്ല കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതാണ് ഒരു ആരംഭശൂരത്വം, ആവേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശ്രീ അഭിലാഷ്. അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ വിതരണക്കാരി സ്വാഭാവികമായും ടെക്നിക്കലി അത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അവരാണല്ലോ കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ടെക്നിക്കലെങ്കിലും സ്വാഭാവിക അതിന്റെ നടത്തിപ്പുകാരി, സൂക്ഷിപ്പുകാരി ഒക്കെ അവരാണ്. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ RSS നേതാവായ കേരളത്തിൽ നിന്നുള്ള ബാക്കി ഒരു CPM നേതാക്കളെ ഉപയോഗിക്കാതെ, ലൈസൻസ് KV തോമസിനെ ഉപയോഗിക്കാതെ RSS നേതാവായ ആർക്കലേറ്ററെ കൂട്ടിപ്പോയി കാണുമ്പോ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ കാണുമ്പോ സ്വാഭാവികമായും കേന്ദ്രമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയണ്ടേ, ഇതാ ഞാൻ ഇവിടെ നിന്ന് എത്രയോ പദ്ധതികൾ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലല്ലോ എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? അതായത് അന്നത്തെ മീറ്റിംഗിലല്ലല്ലോ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് എന്താണ്? 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ധനബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് രാജ്യസഭയിൽ പറഞ്ഞ മറുപടിയാണ് അവർ. അല്ലല്ല, പണം നൽകിയില്ല എന്നുള്ള ക്ലെയിം അല്ല ഞാൻ പറയുന്നത്. കേന്ദ്ര പദ്ധതികൾ കൃത്യമായ രീതിയിൽ കേരളത്തിൽ നടപ്പിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കണമായിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷം അവരുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട പ്രസ് റിലീസിൽ ഒരിടത്ത് പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഗോദയിലേക്ക് ഗോഗ്വ വിളിക്കാൻ പോവുകയാണ്, നിർമ്മലാ സീതാരാമനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രി അവിടെ പോയി ചായയും കുടിച്ച് കട്ട്ലേറ്റും തിന്ന് നട്ട്സും തിന്ന് മടങ്ങി വന്നതല്ലാതെ, അദ്ദേഹത്തിന്റെ ഭാഷാ പ്രശ്നമായിരിക്കാം, എനിക്കറിയില്ല, എന്തായാലും മടങ്ങി വന്നതല്ലാതെ കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചതായി നമുക്കറിയില്ല, നമ്മുടെ അറിവിലില്ല. എന്താണ് അവർ സംസാരിച്ചതെന്ന് നിയമസഭയിൽ തന്നെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയുന്ന മുഖ്യമന്ത്രിയും അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് കേരളത്തിലെ BJP നേതാക്കളോട് പറയുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമാണ് നമുക്കുള്ളത്. നോക്കൂ, അങ്ങനെ ഒരു സ്വാഭാവികമായും കേരളത്തിന്റെ പ്രതിസന്ധിയെ പറ്റി പറയാനാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട്
പറഞ്ഞ് മുഖ്യമന്ത്രി വരുമ്പോ ആ മുഖ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷവും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറയണമായിരുന്നു ഇതാ ഇന്ന പദ്ധതികൾ. ഫോർ എക്സാമ്പിൾ മോദി ഗവൺമെന്റിന്റെ മുദ്രാ ലോൺ, അല്ലെങ്കിൽ മോദി ഗവൺമെന്റിന്റെ PM സടക്ക് യോജന, അല്ലെങ്കിൽ PM എന്ന് പേരിട്ട് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, പദ്ധതികളുടെ പേര്. പക്ഷെ PM യോജനകൾ, ഈ യോജനകളിൽ പദ്ധതികൾ ഇത്ര ശതമാനമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനുള്ള ഞങ്ങളുടെ സ്വപ്നത്തെ അത് ഭേദിക്കുകയാണ്, ഖണ്ഡിക്കുകയാണ് എന്ന് പറയാനുള്ള നിർമ്മലാ സീതാരാമൻ കാണിക്കണം. ഇനി ഒരു കാര്യം കൂടി ഇനി ശ്രീ ചന്ദ്രശേഖരൻ നാളെ BJPയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ഇന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇത്ര ശതമാനം മാത്രമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും അത് നടപ്പാക്കുന്നതിൽ കേരള ഗവൺമെന്റിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അടുത്ത ദിവസം BJP ആസ്ഥാനത്ത് ഒരു പ്രസ് മീറ്റ് വിളിച്ച് വിത്ത് ഡാറ്റ സംസാരിച്ചാൽ അത് സ്വാഗതാർഹമാണ് എന്ന നിലപാടാണ്. അത് തന്നെയാണ് ഞാനും സംശയമായി ഉന്നയിച്ചത്. സാധാരണ നിലയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുക. ഇപ്പോൾ വസന്തിനെ പോലെയുള്ളവർ സ്വാഭാവികമായും ഹിന്ദുത്വ രാഷ്ട്രീയം അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രീതി BJP തുടരുന്നു. അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകാം. അങ്ങനെയൊക്കെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യെസ്, എന്തായാലും ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ ചർച്ചകൾ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാക്കി മാറ്റുവാൻ BJPക്ക് സാധിക്കുമോ? എൻ്റെ ഒരു ഓർമ്മയിൽ 2021-22 കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം BJP അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതൽ പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന തരത്തിലൊരു FB പോസ്റ്റും ഒക്കെ അന്ന് വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രചാരണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആ പ്രചാരണത്തിനൊക്കെ വേണ്ടത്ര ഇടം കേരളത്തിൽ ലഭിച്ചിരുന്നോ? ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കുമോ?